നമ്മളൊരു കാറിൻ്റെ ടയർ മാറുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ടയർ മാറുമ്പോൾ അതിൻ്റെ ട്രെഡ് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് കൂടെ നോക്കണം. കാരണം കാലം കൂടുന്തോറും റബ്ബറിൻ്റെ പ്രോപ്പർട്ടീസ് മാറിയിട്ട് വരും. അപ്പോൾ ചില ഷോപ്പിലൊക്കെ പോയാൽ അവർ പഴയ ടയറൊക്കെ തന്നെ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടയറിൻ്റെ എല്ലാ ഇൻഫോർമേഷനും ടയറിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതെൻ്റെ കാറിൻ്റെ സ്റ്റെപ്പിനി ടയറാണ്. അപ്പോൾ നമുക്കിവിടെ കുറേ നമ്പേഴ്സും ലെറ്റേഴ്സൊക്കെ കാണാം. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട് 720 എന്ന്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 7th വീക്ക് 2020 7th വീക്കിലാണ് ഈ ടയർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ 7 എന്ന് വെച്ചാൽ ജൂലൈ അല്ല, മന്ത് അല്ല, വീക്കാണ്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് ടയറിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം 165 70 R14 എന്നൊക്കെ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ 165 എന്ന് വെച്ചാൽ ടയറിൻ്റെ വിഡ്ത്ത്, അതായത് ഈ ഒരു വിഡ്ത്ത് എത്രയാണെന്നുള്ളതാണ് 165 mm. അതാണ് ആ 165 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 70 എന്ന് വെച്ചാൽ ആസ്പെക്ട് റേഷ്യോ, അതായത് ഈ സൈഡ് വാളിൻ്റെ ഹൈറ്റ്. അത് നമുക്ക് അപ്പോൾ അത് കുറയും തോറും ലോ പ്രൊഫൈൽ ടയർ, ഹൈ പ്രൊഫൈൽ ടയർ എന്ന് പറഞ്ഞിട്ട് ആവും. പിന്നെ R14 എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ റിം സൈസ് 14 ഇഞ്ച് റിമ്മിലേക്കാണ് ഈ ടയർ ഇടേണ്ടത്. 81S എന്ന് വെച്ചാൽ ഇതിൻ്റെ ലോഡും സ്പീഡും ഉള്ള കപ്പാസിറ്റിയാണ്. 81 എന്ന് വെച്ചാൽ ലോഡ് ഇൻഡെക്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു 462 കിലോ ആണ് ഈ ഒരു ടയറിന് ബെയർ ചെയ്യാൻ പറ്റുന്നത്. എസ് എന്ന് വെച്ചാൽ സ്പീഡ് ഇൻഡെക്സ്. അപ്പോൾ എസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുന്ന സ്പീഡെന്ന് വെച്ചാൽ 180 km/h ആണ്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷനും ആ പെർട്ടിക്കുലർ ടയറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതെല്ലാം നോക്കിയിട്ട് വാങ്ങിക്കുക.